ഇന്നേ തേങ്ങ അരച്ചിട്ട് പച്ചമാങ്ങ ഇട്ടിട്ട് നല്ലൊരു അയിലക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 4 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ആ എണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പുളിക്കനുസരിച്ചിട്ട് മാങ്ങ ചേർക്കാം കേട്ടോ. ഇനി അതിലേക്ക് 2 തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മളെ മീൻ വെന്ത് കിട്ടും. ഇനി മീൻ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6 ചെറിയുള്ളി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മളെ മീന് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. മീനും മാങ്ങയും ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മളെ മീൻകറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേണം കേട്ടോ മീൻകറി റെഡിയാക്കാൻ. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ.